ഹേയ്, പുതിയ പ്ലാൻസിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസുകളും നല്ല സേഫായി പാക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും. പ്ലാൻസിനായിട്ട് ജസ്റ്റ് മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. പ്ലാൻസ് ഡയറക്റ്റ് എടുക്കുന്നവർക്ക് തൃശൂർ ഷൊർണൂർ ഹൈവേയിൽ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നഴ്സറി വരുന്നത്. ഷൊർണൂർ ഭാഗത്തു നിന്ന് ഒരു 5 കിലോമീറ്ററും വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് ഒരു 5 കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്ക് മുള്ളൂർക്കര എന്ന സ്ഥലത്തേക്ക് വരിക. അപ്പോൾ പ്ലാൻസിന്റെ വിവരങ്ങളും പ്രൈസും മറ്റ് ഡീറ്റെയിൽ ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ഫസ്റ്റ് കാണിക്കുന്ന ചന്ദ്രകാരന്റെ തൈകളാണ്. ചന്ദ്രകാരൻ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന തൈകളാണ് വരാറ്. ഇപ്രാവശ്യം നല്ല ബഡ് ചെയ്ത ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. 300 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ക്കുന്ന ട്രോപ്പിക്കൽ അവക്കാഡോ ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന ഏകദേശം ഒരു 3.5 ഹൈറ്റില്ല ബുഷിയായിട്ട് വളർന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. തായ്സവന്റെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. ട്രോപ്പിക്കൽ അവക്കാഡോ റേറ്റ് വരുന്ന 600 രൂപയാണ്. തായ്സവൻ നിറയെ കായ പിടിക്കുന്ന അത്യാവശ്യം നല്ല ടേസ്റ്റി ആയ ഒരു പേരാണ് തായ്സവൻ. 200 രൂപയാണ് റേറ്റ് വരുന്നത്. അർക്കാക്കിരന്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. അതൊക്കെ നിറയെ കായ പിടിച്ചു തുടങ്ങിയ തൈകളാണ്. തായ്ലാന്റ് ഓൾ സീസൺ മാംഗോ ആയ കാറ്റിമോണ്ട് നല്ല ഹെൽത്തി ആയി 3 അടിയൊക്കെ ഹൈറ്റില്ല ഒന്നിലധികം സീസണിൽ കായ്ക്കുന്ന ഒരു 1.5 വർഷം കൊണ്ടൊക്കെ കായ പിടിക്കുന്ന 3 അടിയൊക്കെ ഹൈറ്റില്ല പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട്. 250 രൂപയാണ് റേറ്റ് വരുന്നത്. കിങ് ഓഫ് ചക്കാപ്പത്തിന്റെ തൈകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ നാംഡോക്മായുടെ തൈകൾ എത്തി. നാംഡോക്മായൊക്കെ ബഡ് ചെയ്ത് വന്ന ഒരു 2.5-3 അടിയൊക്കെ ഹൈറ്റുള്ള പ്ലാന്റ്സുകളാണ്. കിങ് ഓഫ് ചക്കാപ്പത്ത് എല്ലാവരും എൻക്വയറി ചെയ്തൊരു തൈയാണ്. അതിന്റെ 550 രൂപയ്ക്ക് കൊടുക്കുന്ന ബഡ് ചെയ്ത് വന്ന തൈകൾ റെഡ് കളറിൽ കാണുന്ന നല്ല ഹെവി ആയിട്ട് കായ്ക്കുന്ന തൈയാണ് കിങ് ഓഫ് ചക്കാപ്പത്ത്. ഓസ്ട്രേലിയൻ സ്പെഷ്യൽ R2E2ന്റെ തൈകൾ എത്തിയിട്ടുണ്ട്. R2E2 ഒക്കെ അതേപോലെ റെഡ് കളറിൽ കായ്ക്കുന്ന സൂപ്പർ ടേസ്റ്റിയായ മാങ്ങയുടെ വെറൈറ്റീസ് ആണ്. പാകിസ്ഥാൻ ലെമന്റെ തൈകൾ എത്തിയിട്ടുണ്ട്. കുലകുത്തി കായ്ക്കുന്ന പാകിസ്ഥാൻ ലെമന്റെ അടിപൊളി തൈകൾ എത്തിയിട്ടുണ്ട്. ഇത് സിന്ദൂരം മാവിന്റെ തൈകളാണ്. ഏകദേശം ഒരു 4 അടിയൊക്കെ പൊക്കല്ല നല്ല ടേസ്റ്റിയായ ഒരു വെറൈറ്റിയാണ് സിന്ദൂരം. അതിന്റെ തൈകൾ എത്തിയിട്ടുണ്ട്. ചാമ്പകളിൽ ഉമ്മർ ചാമ്പ ദൽഹേരി ചാമ്പ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും. രണ്ടും 2.5 അടി ഹൈറ്റ് ഇല്ല. 350 രൂപക്കാണ് ഉമ്മർ ചാമ്പ കൊടുക്കുന്നത്. ദൽഹേരി 300 രൂപക്കാണ് ഈ ഹെൽത്തി ആയ പ്ലാന്റ്സുകൾ കൊടുക്കുന്നത്. കസ്റ്റാർഡ് ആപ്പിളിന്റെ റെഡ് കളറും അതുപോലെ ഗ്രീൻ കളറിലും തൈകൾ എത്തിയിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത് വന്ന തൈകളാണ്. ഒരു 2 വർഷം കൊണ്ടൊക്കെയാണ് അത് റിസൾട്ട് ആയിട്ട് കിട്ടുക. 250 രൂപയാണ് റെഡ് കളറിന് റേറ്റ് വരുന്നത്. ഗ്രീൻ ആണെങ്കിൽ 150 രൂപയാണ് റേറ്റ് വരുന്നത്. തായ്ലാന്റ് സ്വീറ്റ് ലൂബിയുടെ തൈകളാണ് ഈ കാണുന്നത്. നിറയെ 1.5 വർഷം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്ന നല്ല ടേസ്റ്റിയായ വെറൈറ്റിയാണ് സ്വീറ്റ് ലൂബി. 500 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. ഇത് കോക്കനട്ട് ജാക്കാണ്. നിറയെ ചെറിയ ചെറിയ ചക്കകളായിട്ട് കായ്ക്കുന്ന കോക്കനട്ട് ജാക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്താണ്. അതിന്റെ തൈകൾ എത്തിയിട്ടുണ്ട്. ബേർ ആപ്പിൾ അതുപോലെ സ്വീറ്റ് അമ്പഴത്തിന്റെ തൈകൾ എത്തിയിട്ടുണ്ട്. ഇത് ബ്രസീലിയൻ മൽബറിയുടെ തൈകളാണ്. നന്നായിട്ട് പ്രൂൺ ചെയ്താൽ മാത്രം നിറയെ കായ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ബ്രസീലിയൻ മൽബറി. അപ്പോൾ പ്ലാന്റ്സിനായിട്ട് മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇന്ത്യൻ കിസാൻ മാർട്ട്, തൃശ്ശൂർ ഡിസ്ട്രിക്ട്.